തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയവും രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്നതാണ്. അമ്പത് ഏക്കറിലായി വ്യാപിച്ചു കിടന്ന മൃഗശാല നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി ദൃശ്യത്താലും ഹരിതഭംഗിയാലും രാജകീയമായി ഉയർന്ന വൃക്ഷങ്ങൾ, വളരെ ഉയരമുള്ള മുളക്കൂട്ടങ്ങൾ എന്നിവയും ഈ മൃഗശാലയെ സമ്പന്നമാക്കുന്നു. ഈ മൃഗശാല ഇന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലെ സുന്ദരമായ മൃഗശാലകളിൽ ഒന്നാണ്. ഇനി നമുക്ക് ഈ മൃഗശാലയുടെ പ്രധാന ലക്ഷ്യങ്ങളെപ്പറ്റി നോക്കാം. വന്യജീവി സംരക്ഷണത്തിലൂടെ വിവിധ ജീവികൾ ഉണ്ടാകുന്ന പ്രാദേശിക രോഗങ്ങളും പടിഞ്ഞാറൻ പർവ്വതനിരകളിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷി മൃഗാദികൾക്കും പ്രഥമ പരിഗണന കൊടുക്കുന്നു. വന്യജീവികളെ പറ്റിയുള്ള പഠനങ്ങൾക്കും പ്രകൃതിയെ അറിയുവാനുമുള്ള ഒരു അവസരവും ഈ മൃഗശാല ലക്ഷ്യം വെക്കുന്നു. മൃഗശാല മുൻപ് പിക്നിക് കേന്ദ്രങ്ങളിലായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇന്ന് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നവയ്ക്കായുള്ള ജീവികളെ സംരക്ഷിച്ച് അവയുടെ വംശവർദ്ധനവ് നടത്തുവാനും അവയെപ്പറ്റി പഠിക്കുവാനുമുള്ള സ്ഥലമായി മാറിക്കാണുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ ലോകത്തിലെ മിക്ക വർഗത്തിലും പെട്ട ജീവികളെ കാണുവാൻ സാധിക്കും. സെൻട്രൽ അതോറിറ്റിയുടെ സഹായത്തോടെ പല മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള പദ്ധതികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്. കുരങ്ങ്, സിംഹം, കടുവ, റൈനോ, ഹിപ്പോപ്പൊട്ടാമസ്, കരടി, പുള്ളിപ്പുലി, മാൻ, കാട്ടുപോത്ത് എന്നിവയെ കൂടുകളിൽ നിന്നും സ്വതന്ത്രരാക്കി പ്രത്യേകം രൂപം നൽകിയ തുറസായ സ്ഥലത്താണ് പാർപ്പിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ ചികിത്സിക്കാനുള്ള ആധുനിക ആശുപത്രിയും ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. പലതരത്തിലുള്ള മാനുകൾ, സിംഹം, കടുവ, പുള്ളിപ്പുലി, കരടി, നീർനായ, വെള്ളക്കടുവ, ഗരുഡൻ തുടങ്ങിയ ഇവിടെ ധാരാളമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽപ്പെട്ടവയും തെക്കൻ അമേരിക്കയിൽ കാണുന്നതുമായ ഗ്രീൻ അനക്കൊണ്ടയും ഈ മൃഗശാലയിലുണ്ട്. ഇതിനെ കാണുവാൻ മാത്രം നിരവധി പേർ ഇവിടെ എത്തുന്നു. ഇതുകൂടാതെ 100-ലധികം വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വന്യജീവി സംരക്ഷണത്തിൽ പൊതുജനങ്ങളെയും കൂടി പങ്കെടുപ്പിക്കുക എന്നൊരു ലക്ഷ്യവും തിരുവനന്തപുരം മൃഗശാലയ്ക്കുണ്ട്. ആളുകൾക്ക് അവർക്കിഷ്ടമുള്ള മൃഗത്തിനെ ഇഷ്ടമുള്ള അത്രയും നാളുകളിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള അവസരം മൃഗശാല ഒരുക്കുന്നു. വ്യക്തികൾക്കോ സ്കൂളുകൾക്കോ ഇതിന് അവസരം ലഭിക്കും. അവർ നൽകുന്ന സഹായം നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേക മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും പാടില്ല. മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം കോമ്പൗണ്ടിലാണ് മ്യൂസിയവും മൃഗശാലയും സ്ഥിതി ചെയ്യുന്നത്.